നസ്കർ ഒന്ന് പറയുകയും മറ്റൊന്ന് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ CPM-നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവർക്ക് തന്നെ അറിയാം കമ്മ്യൂണിസം നിലച്ചുപോയ ഒരു പ്രത്യയശാസ്ത്രമാണെന്ന്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ കമ്മ്യൂണിസം അപ്രായോഗികമായ പ്രത്യയശാസ്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവശേഷിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മുതലാളിത്തത്തിലേക്ക് മാറി. കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം മാത്രം നിലനിർത്തി സാമ്പത്തിക ശാസ്ത്രമെന്ന നിലയിൽ കമ്മ്യൂണിസത്തെ ദൂരെ എറിഞ്ഞാണ് ചൈന ലോകശക്തിയായി മുമ്പോട്ട് പോകുന്നത്. വിയറ്റ്നാമും മുതലാളിത്ത വഴിയിലൂടെ മുമ്പോട്ട് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ഇന്ന് ലോകത്തൊരിടത്തുമില്ല. കേരളത്തിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസം പ്രഘോഷിക്കുകയും മുതലാളിത്തത്തിൻ്റെ വഴികളിലൂടെ, അതും കളങ്കിത മുതലാളിത്തത്തിൻ്റെ വഴിയിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ സഞ്ചരിക്കുകയും ചെയ്യുന്നു. സാർവത്രിക വിദ്യാഭ്യാസം പോലും പ്രായോഗികമല്ല എന്ന് പറയുന്ന, ലാഭം എന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് വിശ്വസിക്കുന്ന P. രാജീവിനെ പോലൊരു താത്വികാചാര്യൻ കേരളത്തിന് വ്യവസായ മന്ത്രിയാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. പറയുന്നതല്ല ചെയ്യുന്നത് എന്നത് CPM-ൻ്റെ രീതിയാണ്. എന്നാൽ പാർട്ടി അംഗങ്ങളൊക്കെ അടിമകളായതുകൊണ്ട്, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഈ തത്വശാസ്ത്രം ഉപയോഗിച്ചു വരുന്നു. തൻ്റെ ഭാര്യയെ ഇസ്രായേൽ കൺസൾട്ടൻ്റ് ആക്കിയിട്ട് ഇസ്രായേൽ വിരുദ്ധ പ്രഭാഷണം നടത്തുന്ന P. രാജീവ്, തൻ്റെ മകളെ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് വാചാലനാകുന്ന P. രാജീവ്, തൻ്റെ ഭാര്യയെയും മക്കളെയും അമേരിക്കയിൽ പാർപ്പിച്ചിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ബഹളം വയ്ക്കുന്ന തോമസ് ഐസക്ക്, അമേരിക്കയ്ക്കെതിരെയും മുതലാളിത്തത്തിനെതിരെയും നിരന്തരം പ്രസംഗിക്കുകയും പ്രാഥമിക ചികിത്സയ്ക്ക് പോലും അമേരിക്കയിൽ പോവുകയും ചെയ്യുന്ന പിണറായി വിജയൻ. അങ്ങനെ കാപട്യങ്ങളുടെ ഒരു തനി നിറമാണ് നമ്മുടെ നാട്. ഈ കാപട്യം ഭംഗിയായി വിവരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജിതിൻ കെ ജേക്കബ് ഇങ്ങനെ എഴുതുന്നു: നാട്ടുകാരുടെ കമ്മ്യൂണിസം തള്ളുകയും അതേസമയം സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം കയറ്റുകയും ചെയ്യാത്ത നാറികളാണ് കേരളത്തിലെ കമ്മി നേതാക്കൾ. ആരെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ ഉടൻ കമ്മികൾ ചോദിക്കും, എന്തിനാണ് ഇത്തരം പൈസയൊക്കെ, അതൊക്കെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൂടെ എന്ന്. വിജയൻ സഖാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നേരം സമർപ്പിച്ച സ്വത്തുവിവര കണക്ക് കണ്ടപ്പോൾ അത്ഭുതം ഒന്നും തോന്നിയില്ല. അത്രയെങ്കിലും കാണിച്ചല്ലോ. എന്തേ കമ്മികളെ നിങ്ങൾക്ക് സാധാരണക്കാരോട് ചോദിക്കുന്ന ആ ചോദ്യം കോടീശ്വര കമ്മികളോട് ചോദിക്കേണ്ടേ? ആ സ്വത്തൊക്കെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറയൂ കമ്മികളെ. സ്കൂൾ അധ്യാപികയായിരുന്ന ഭാര്യയുടെ പെൻഷൻ പണം കൊണ്ട് മകൾക്ക് IT കമ്പനി തുടങ്ങുന്ന കമ്മി നേതാവ്. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യമാണെന്ന് അന്തം കമ്മികളെ പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാർട്ടി ബുദ്ധിജീവി രാജീവിൻ്റെ 2 മക്കളും പഠിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫീസുള്ള സ്കൂളുകളിൽ ഒന്നായ രാജഗിരിയിൽ. വേലയും കൂലിയുമില്ലാത്ത ലോക്കൽ നേതാക്കളുടെ മക്കൾ വരെ പഠിക്കുന്നത് അമേരിക്കയിലും ബ്രിട്ടനിലും. ഇവിടുത്തെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ മകൾ ബ്രിട്ടനിൽ പഠിക്കാൻ ചെന്നപ്പോൾ ഇന്ത്യയിലെ ഏതോ കോടീശ്വരൻ്റെ മകളാണെന്ന് സായിപ്പന്മാർ വരെ കരുതിപ്പോയത്രേ. നാട്ടുകാരോട് പറയും പൊതുവിദ്യാഭ്യാസവും പൊതുവിദ്യാലയങ്ങളുമാണ് നല്ലത് എന്ന്. അതേസമയം സ്വന്തം മക്കളെ അവിടെ പഠിപ്പിക്കുകയില്ല. പൂമരൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പുളിച്ച സാഹിത്യം വിതറി അമേരിക്കൻ സാമ്രാജ്യത്വത്തെ വിറപ്പിക്കും. പക്ഷേ പൂമരന് സഞ്ചരിക്കാൻ 40 ലക്ഷം രൂപ വിലയുള്ള അമേരിക്കൻ നിർമ്മിത കാർ തന്നെ വേണം. സ്വന്തം വീട്ടിൽ സാമ്രാജ്യത്വ വിരുദ്ധതയില്ല. ഇതൊക്കെ നാട്ടുകാർക്ക് മാത്രം. 40 ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറിൽ പറന്നുകൊണ്ട് ലളിത ജീവിതം നാട്ടുകാരെ പഠിപ്പിക്കുന്ന പൂമരൻ ജീവിതത്തിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ആരും ചോദിച്ചേക്കരുത്. ഈ പൂമരൻ എന്ന് പറഞ്ഞ M. സ്വരാജിനെ കുറിച്ചാണ്. നമ്പർ 1 ചികിത്സയാണ്. അമേരിക്കയിലേക്കാൾ മികച്ച ആരോഗ്യരംഗമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എന്ന് പറയും. പക്ഷെ അസുഖം വന്നാൽ മൂത്ത കമ്മി മുതൽ ചോട്ടാ കമ്മി വരെ അമേരിക്കയിലും ഇവിടുത്തെ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ മാത്രമേ ചികിത്സ നേടൂ. എന്നിട്ട് അതിന് ബില്ല് കൊടുത്ത് റീഇംബേഴ്സ്മെൻറ്റ് നമ്മുടെ ഖജനാവിൽ നിന്ന് തിരിച്ചു പിടിക്കും നമ്മുടെ ജനപ്രതിനിധികൾ. ഇവർക്കൊക്കെ ഒരു ഇൻഷുറൻസ് എടുത്താൽ എന്താ എന്ന് ആരും ചോദിക്കുന്നില്ല. ആരോഗ്യമുള്ളവർ മാത്രം രാഷ്ട്രീയ രംഗത്ത് വന്നാൽ മതി എന്ന് ആരും പറയുന്നില്ല. കമ്മി മന്ത്രിമാർ വരെ ചികിത്സിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ. സ്വന്തം കാര്യം വരുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ വിശ്വാസം പോരാ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നൊക്കെ തള്ളും. പക്ഷേ സ്വന്തം മകളുടെ കല്യാണം പള്ളിയിൽ തന്നെ എന്തിനു നടത്തണം എന്നൊന്നും ബ്രിട്ടാസിനോടും സജി ചെറിയാനോടും ഒന്നും ചോദിക്കല്ലേ. കുട്ടിക്കമ്മി ജയിക്കാകട്ടെ മണർകാട് പള്ളിയിൽ തന്നെ വേണം കുഞ്ഞിനെ മാമോദീസ നടത്തണം എന്ന് നേർച്ചയുണ്ടായിരുന്നത്രേ. ഇതൊക്കെ പിന്നെയും സഹിക്കാം. വേറൊരു മഹാനുണ്ട്, സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്കിനെ കുറിച്ചാണ്. ഭാര്യയും മകളും അമേരിക്കയിൽ മുതലാളിത്തത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു. സഖാവ് ഇടയ്ക്കിടെ അമേരിക്കയിൽ പോകും. അത് വേറൊന്നിനുമല്ല കേട്ടോ, കമ്മ്യൂണിസത്തെ തകർക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാനാണ്. മകൾ അമേരിക്കയിലാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഗുജറാത്തിനെ പറ്റി പഠിക്കുകയാണ്. ഗുജറാത്തിനെ കുറിച്ചാണ് കമ്മിയുടെ മകൾ
അമേരിക്കയിലിരുന്ന് ഖുണ്ഡിതപ്പെടുന്നത്. വേറൊരു വിഭാഗമുണ്ട് NRI അംഗങ്ങൾ. ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ട് കമ്മ്യൂണിസം തള്ളുന്ന ഊളകൾ. ഇത് വളരെ വിചിത്രമായൊരു പ്രതിഭാസമാണ്. അമേരിക്കയിൽ ചെന്നപ്പോഴും ഇത്തരം ചില കമ്മിക്കൂട്ടങ്ങളെ ഞാൻ കണ്ടു. ബ്രിട്ടനിൽ ചുവന്ന ഉടുപ്പും ചുവന്ന ലുങ്കിയും ധരിച്ച് കാൾ മാർക്സിന് മുമ്പിൽ പോയി ചിത്രമെടുത്ത് ഇൻകിലാബ് വിളിക്കുന്ന കമ്മിക്കൂട്ടങ്ങളുണ്ട്. അവർക്ക് എന്തിനാണ് ഈ ബൂർഷ്വാ രാജ്യത്ത് പോയി പണിയെടുക്കുന്നത്, ഈ ബൂർഷ്വാ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നത് എന്നാരും ചോദിക്കരുത്. അംബാനിയും അദാനിയും ബൂർഷ്വാ കുത്തകകൾ, പക്ഷേ ഡാഷും രവി പിള്ളയും വ്യവസായ പ്രമുഖർ. ഇതിലൊരാളുടെ പേര് ഞാൻ ബോധപൂർവം പറയാത്തതാണ്, കോടതി വിലക്ക് ഉള്ളതുകൊണ്ട്. കമ്മികൾക്ക് മാത്രമേ ഉള്ളൂ വിവരമെന്നാണ് ഇവറ്റകളുടെ വിചാരം. മാനവരാശിക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും സംഭാവനകളുണ്ടോ കമ്മികളുടേതായി? ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിൽ ഉള്ളവർ കണ്ടെത്തുന്നതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും അനുഭവിച്ച് ജീവിച്ചിട്ട് ക്യാപിറ്റലിസം തൊലയട്ടെ എന്ന് പറഞ്ഞു നടക്കുന്ന ഉളുപ്പില്ലാത്ത വർഗങ്ങൾ. കേരളം വ്യവസായ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വോട്ട് നേടുന്നുണ്ടല്ലോ. മാത്രമല്ല വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയി കോട്ടും സൂട്ടും ഇട്ട് ആ പരിസരത്തൊരു മുറിയിലിരുന്നുകൊണ്ട് കുറേ പടമെടുത്തുകൊണ്ട് ഞങ്ങളിവിടെ നിക്ഷേപം കൊണ്ടുവന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. നിക്ഷേപമൊന്നും നമ്മൾ കാണുന്നില്ല. അതൊക്കെ ഇവർ കൊണ്ടുവരുന്നത് മുതലാളിത്തത്തിന് സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ചാണ്. ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഒന്നുമില്ലായിരുന്നുവെങ്കിൽ നിൻ്റെയൊക്കെ നേതാക്കന്മാർ മൂക്കിൽ പനി വരുമ്പോഴും ചികിത്സ തേടി എവിടെ പോകുമായിരുന്നു? നിൻ്റെയൊക്കെ മക്കൾ എവിടെ പോയി പഠിക്കുമായിരുന്നു? ഈ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാനും ഒക്കെയായിരുന്ന APJ അബ്ദുൽ കലാം സാറിനെ മൂത്ത കമ്മി നേതാവ് വിശേഷിപ്പിച്ചത് ആകാശത്തേക്ക് വാണം വിടുന്ന ആൾ എന്നാണ്. അതാണ് കമ്മിയുടെ ബോധം. ഇപ്പോൾ കേരളത്തിൽ സമ്പൂർണ്ണ വൈദ്യുതി ഉള്ളതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്ന കമ്മികൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുന്ന കൂടംകുളം പദ്ധതിയെ തടയാൻ സമരം ചെയ്ത കാര്യം. എല്ലാറ്റിനെയും ആദ്യം എതിർക്കും, പിന്നീട് ഒരു 10 വർഷം കഴിയുമ്പോൾ അന്ന് ഛർദ്ദിച്ചു വെച്ചത് എല്ലാം വാരി വിഴുങ്ങും. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നയമാറ്റത്തിൻ്റെ ഭാഗമായി അവരുടെ സെൻട്രൽ പൂൾ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വൈദ്യുതി ക്ഷാമമില്ലാത്തത്. അല്ലാതെ ഇവറ്റകൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതുകൊണ്ടല്ല. വിഴിഞ്ഞം പദ്ധതി 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ കമ്മികൾ ഇപ്പോൾ അദാനിയുടെ മകനുമൊത്ത് ബലൂൺ പറത്തി കളിക്കുന്നു. എൻ്റെ നെഞ്ചത്തുകൂടിയ കൊച്ചിയിൽ ആദ്യ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്ത മൂത്ത കമ്മി ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ ബോർഡ് മെമ്പറായി ഇരിക്കുന്നു. രമേഷ് പിഷാരടി ഒരു കലാകാരനാണ്. അയാൾക്ക് ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നത് അയാളുടെ കലാപരമായ കഴിവുകൾ കൊണ്ടാണ്. പക്ഷെ സ്വന്തം ജീവിതം കൊണ്ട് ജനങ്ങളെ ചിരിപ്പിക്കുന്ന ഒരേ ഒരു വർഗമേ ഉള്ളൂ, അതാണ് കമ്മികൾ. സ്വന്തം വീട്ടിലോ ജീവിതത്തിലോ കമ്മ്യൂണിസം അടുപ്പിക്കില്ല. എന്നിട്ട് നാട്ടുകാരെ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം കൊണ്ട് പറ്റിച്ചു ജീവിക്കും. ഇതുപോലൊരു നാറിയ വർഗം, വീണ്ടും ആവർത്തിക്കുന്നു, ഇതുപോലൊരു നാറിയ വർഗം.